ഹിതമനുസരിച്ചിട്ട്, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതമനുസരിച്ചിട്ട് എനിക്കത് സാധിച്ചു തരാൻ പറ്റുവാണെങ്കിൽ തരാൻ പറഞ്ഞു. കാരണം മിനിസ്ട്രിയാണ്, ഫാമിലി വിസയുണ്ട്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, പോകാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് സാധിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മെയിൽ വന്നു. വീണ്ടും എനിക്ക് 4ാമതൊരു എക്സാം എഴുതാനായിട്ട്, 3 പ്രാവശ്യം എക്സാം എഴുതാൻ പറ്റുള്ളൂ, 4ാമതൊരു എക്സാം എഴുതാനായിട്ട് വീണ്ടും എനിക്ക് പെർമിഷൻ കിട്ടി. അങ്ങനെ ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു. മാതാവിനോട് ചോദിച്ചു, ഫെബ്രുവരി 10-ാം തീയതി ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ ഇവിടെ ചേർത്തലയിൽ സെൻറ്റ് ആൻഡ്രീസ് എന്ന് പറയും, അവിടെ വന്നിട്ട് ഒരു 7 ദിവസം കോഴ്സിന് ചേർന്നു. അവിടെ നിന്ന് പഠിച്ച് 6ാമത്തെ ദിവസം എനിക്ക് വീണ്ടും ഇവിടെ ചേർത്തലയിൽ ഇവിടെ അടുത്ത് വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടം. മീൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പോരാനും പറ്റില്ല. പിന്നെ ചെന്നൈയിലാണ് എക്സാം, 10-ാം തീയതിയാണ് എക്സാം. അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടേന്നുള്ളത് വഴി അറിയില്ല. അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ 9-ാം തീയതി ഉച്ച കഴിഞ്ഞ് അവിടുത്തെ സാറിനോട് പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഓട്ടോയ്ക്കാണെങ്കിൽ ചോദിച്ചു നോക്കിയപ്പോൾ 500 രൂപയാണ്. അപ്പോൾ അത് ഭയങ്കര സങ്കടമായി, കാരണം അത്രയും പൈസ വരുമല്ലോ എന്നുള്ള. എന്നാലും എന്തായാലും മാതാവിനെ കണ്ടിട്ട് ഞാൻ പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. കാരണം എനിക്ക് ഇവിടുന്ന് ഉടമ്പടി എടുക്കാനോ അച്ഛനെ കാണാനോ പറ്റില്ല എന്ന് എന്നോട് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അച്ഛൻ അവിടെ പ്രാർത്ഥിക്കുന്ന അച്ഛനുണ്ടാവും, ആ അച്ഛനെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാനിവിടെ ഒരു 3 മണി സമയത്ത് ഇങ്ങോട്ട് വന്നു. ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പാസ്പോർട്ടും വിസ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എക്സാം തോറ്റ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല. എന്നിട്ട് ഇവിടെ വന്ന് അച്ഛനായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് എനിക്ക് കുറച്ച് ഈ കൊന്തയും കുറച്ച് കൊന്തകളും പിന്നെ തേനും മേടിച്ചിട്ട് ഞാൻ ഓട്ടോറിക്ഷയിൽ കയറി നേരെ സ്റ്റാൻഡിൽ പോയി. കാരണം എനിക്ക് ഈവനിങ് എറണാകുളത്തുനിന്ന് ചെന്നൈക്കുള്ള ബസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ കൃപാസന പത്രം ചെന്നൈക്കല്ല പോണേ. അപ്പോൾ തമിഴിൻ്റെയും മലയാളം 2 കെട്ട് പത്രമൊക്കെ ആയിട്ട് ഞാൻ പോയി. കാരണം 60 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 59, 58, 56 ആയിട്ട് തോറ്റുപോയത്. അപ്പോൾ 60 മാർക്ക് മാതാവ് എനിക്ക് എന്തായാലും മേടിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. അങ്ങനെ പോണ വഴി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാവർക്കും സഞ്ചാരി മാതാവ് ഓരോ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, മഴവില്ലും പിന്നെ സ്മെല്ലും ഇതൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് കാണിച്ചു തായി, എൻ്റെ കൂടെ വരുന്നുണ്ടെന്നുള്ളത്. എന്തായാലും ഞാൻ മാതാവിനെയും കൊണ്ടാണ് പോണേന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ കൂടെ വരുന്നുണ്ടെന്നുള്ളൊരു അത്ഭുതം എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പുൽവിളിയിൽ ഇങ്ങനെ എൻ്റെ പേഴ്സ് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞ്, അതായത് പണ്ട് ഒരാഴ്ച മുന്നേ ഞാൻ ഇവിടെ പഠിക്കാൻ വന്നപ്പോൾ ഒരു വയ്യാത്തൊരു മനുഷ്യൻ്റെ നിന്നൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ലോട്ടറി നോക്ക് കാരണം ഡേറ്റൊക്കെ കഴിഞ്ഞ് പോയി, എന്നാലും ലോട്ടറി നോക്കാൻ പറഞ്ഞു. ലോട്ടറി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 500 രൂപ എനിക്ക് എന്തായാലും അടിച്ചിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ ഇതുവരെ ലോട്ടറി അടിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ട്രാവലിങ്ങിൻ്റെ ആ പൈസ 500 രൂപ മാതാവ് അതിൽ കൂടെ എനിക്ക് തിരിച്ചു തന്നു.